യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ ബാധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞതിന്റെ രാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച സ്തോത്രം കൊടുത്ത കൃപയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിന്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൊക്കെയും കൂടെ കടന്നു പോകുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അറിയിച്ച് ദൈവം നമ്മെ ധൈര്യപ്പെടുത്തി ബലം തന്ന് നമ്മെ ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനത്രേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സർവശക്തനായ ദൈവം തന്റെ നീതിയുള്ള വലങ്കരത്താൽ നമ്മെ താങ്ങി നമ്മെ ഇപ്പോൾ കാലം വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നിന്റെ ജീവിതത്തിനെതിരായി കടന്നു വരാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെ നാം ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെയൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അത് പകച്ചു നിൽക്കുന്നതിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ സനയിലെ എടുത്ത തീരുമാനത്തിനകത്ത് ഹൃദയത്തിൽ കടന്നു വന്ന ചിന്തകൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ തോന്നിയ ചില തീരുമാനങ്ങൾക്കകത്ത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആടി ഉലഞ്ഞു പോകാതെ ഉറച്ച് നിൽക്കുന്നതിന് വേണ്ടി സ്തോത്രം സ്വർഗം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ എടുത്ത തീരുമാനത്തിനകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ അസാധാരണമായ ചില ദൈവിക ഇടപെടലുകൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കേല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭാവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദാനിയേലിന്റെ സ്നേഹിതന്മാരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷാഘട്ടം പോലെ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നു. രാജാവ് ഒരു തീരുമാനമെടുക്കുകയാണ്. രാജാവിന്റെ കൂടെ നിൽക്കുവാൻ അല്ലെങ്കിൽ രാജാവിന്റെ ഭോജനത്തിൽ നിന്ന് കഴിക്കേണ്ടതിനായിട്ട് ജനത്തിന് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ചിലരെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, അവരെ കൂടെ നിൽക്കുവാനായിട്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, ചിലരെ തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്നവർക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധി നിൽക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ രാജാവ് അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. തന്നോടൊപ്പം നിൽക്കേണ്ടതിനായിട്ട് ചിലരെ കണ്ടുപിടിച്ച് അവർക്ക് അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. അപ്പോൾ അവിടെ രാജാവ് എന്താണ് കുടിക്കുന്നത്, രാജാവ് എന്താണ് കഴിക്കുന്നത്, അത് തന്നെ അവർക്ക് കൊടുത്ത് അതിനായിട്ട് അവർ ഒരുക്കിയെടുക്കേണ്ടതിനായിട്ട് ഒരു കൽപ്പന അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ആ കൂട്ടത്തിനകത്ത് ദാനിയേലിനെ ഉൾപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദാനിയേലും പിന്നെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശദ്രക് മേശക് അബേദ്നെഗോ എന്ന 3 പേരെയും കൂടെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോ ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിലെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ആ ഭാഗമാണ് നാം അവിടെ വായിച്ചത്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
പ്രിയ ദൈവമക്കളെ, അവിടെ ഉറച്ച ഒരു തീരുമാനം ഹൃദയത്തിനകത്ത് ദാനിയേൽ എടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. പുറമെ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അതിനനുസരിച്ച് വ്യതിചലിക്കാറുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് തീരുമാനം എടുക്കുന്ന ദാനിയേലിനെ കാണുവാൻ സാധിക്കുന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ചില തീരുമാനങ്ങൾ എടുത്ത് നീ കയറി വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് വിളമ്പിക്കൊടുക്കുന്നത് വിഗ്രഹാർപ്പിതമായ ആഹാരവും വീഞ്ഞുമായിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല. അത് കുടിച്ച് തന്റെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? തന്റെ മുമ്പിലുള്ള ന്യായപ്രമാണത്തെ സ്തോത്രം ലംഘിക്കത്തില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ദാനിയേൽ അവിടെ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആരംഭം മുതൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മരണം വരിക്കേണ്ടി വന്നാൽ പോലും വിശ്വാസത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയില്ല എന്നൊരു തീരുമാനം. തന്റെ മുമ്പിൽ രാജകൽപ്പനയെ എതിർത്ത് കഴിഞ്ഞാൽ വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുമെന്നറിയാം, വലിയ പ്രതിസന്ധികൾ കടന്നു വരുമെന്നറിയാം, തന്റെ ജീവിതത്തിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ വലുതായിരിക്കുമെന്നറിയാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് താൻ ഒരു വീഴ്ചയ്ക്കുമില്ലാതവണ തന്നെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കിയല്ല. സ്തോത്രം. ഈ പൽക്കലം പ്രിയ ദൈവ പൈതലേ, നാം ചില തീരുമാനങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കണം. സ്തോത്രം. സാഹചര്യങ്ങൾ മാറി വന്നിരിക്കാം, പ്രലോഭനങ്ങൾ കടന്നു വന്നിരിക്കാം, പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷേ നാം പറയണം, എടുത്ത തീരുമാനത്തെ, അതേ സ്തോത്രം, ഞാൻ എന്റെ ജീവിതത്തെ അശുദ്ധമാക്കിയല്ല, ഞാൻ ദൈവവചനത്തിൽ നിന്ന് മാറുകയില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു ദാനിയേൽ ഒരു ബാലനായിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ അപ്പനും അമ്മയും അടുത്തവിടെ പറയുന്ന കാര്യമില്ല, അവരവരോടത്ത് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടും അവന്റെ വചനത്തോടുമുള്ള സ്നേഹം തന്റെ ഹൃദയത്തിനകത്ത് ദാനിയേലിന്റെ മേലുണ്ടായിരുന്നു. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അതത്രേ. സ്തോത്രം. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ആഴമേറിയ ഒരു സ്നേഹ ബന്ധം. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആയിക്കഴിഞ്ഞാൽ ആ വചനത്തിൽ നിന്ന് ഞാനും നിങ്ങളോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വേണം ആ വചനത്തിനകത്ത് തന്നെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് വേണ്ടി, ഉറച്ച തീരുമാനം എടുക്കുന്നവർക്ക് വേണ്ടി പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോ, അവരുടെ ജീവിതത്തെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, വെല്ലുവിളിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകും. നിന്നെ തനിച്ചു വിടുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. തനിക്ക് അശുദ്ധി ഭാവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ദാനിയേലിന്റെ ജീവിതത്തിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അനുഭവം ഉറച്ചു നിന്ന് തീരുമാനമെടുത്ത ദാനിയേലിനു വേണ്ടി ദൈവം അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതെ, അവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദൈവം കരുണ ലഭിക്കുവാൻ ഇടവരുത്തി. പ്രിയ ദൈവമക്കളെ, ഒന്നാമതായിട്ട് നാം ദൈവസന്നിധി നിൽക്കുവാൻ തയ്യാറായ, ഉറച്ച തീരുമാനത്തിനകത്ത് നിൽക്കുവാൻ തയ്യാറായ, അതിനകത്ത് വ്യതിചലിക്കാതെ, അതിനകത്തുനിന്ന് മാറിപ്പോകാതെ നിൽക്കുവാൻ തയ്യാറായ നാം പറയട്ടെ, സ്തോത്രം, നിന്നോട് ദയയും കൃപയും കാണിക്കേണ്ടതിനെ ദൈവം ഇടവരുത്തും. സ്തോത്രം. ഒരിക്കലും ഷണ്ഡാധിപന്റെ മുമ്പിൽ ദാനിയേലിന് ദയയും കൃപയും ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ ദൈവം അതിനെ ഇടവരുത്തി. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും. ഹല്ലേലൂയ. നീ ഉറച്ച തീരുമാനത്തോടെ കടന്നു വന്ന മറ്റുള്ളവർ നിന്നെ പ്രതികൂലങ്ങൾ കൊണ്ടുവരുമോ, പ്രശ്നങ്ങൾ കൊണ്ടുവരുമോ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടൽ, ദൈവം ചിലതിന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തിരും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ മാറ്റുന്ന ദൈവ, നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുന്നതായ സർവശക്തനായ ദൈവ നിനക്ക് വേണ്ടി ഇടപെടും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു രാജാവ് എന്ത് ചെയ്യുന്നു? അവിടെ ഷണ്ഡാധിപൻ എന്റെ മുമ്പിൽ അവനെ ദയയും കൃപയും ലഭിക്കത്തക്ക രീതിയിൽ ഇടവരുത്തി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്.
നാം ഉറച്ചു നിൽക്കണം, വ്യതിചലിക്കരുത്. നമ്മുടെ ഹൃദയത്തിനകത്ത് എടുത്ത തീരുമാനത്തിനകത്ത് ഞാൻ നിങ്ങൾ അവിടെ വ്യതിചലിക്കാതെ നിൽക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അവരുടെ മേൽ ചിലതിനെ പകരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ അവര് ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, സ്വാദു ഭോജനം ഒന്നും കഴിക്കാൻ നിർബന്ധിക്കരുത്. ഷണ്ഡാധിപൻ അവിടെ പറയുന്ന ഒരു കാര്യം, ആ ഒരു ടൈമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കും, തളർന്നു പോകും എന്നൊക്കെ പറയുമ്പോ അവർ ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 10 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇതൊന്ന് തരാൻ നോക്കോ, അവരിൽ നിന്ന് വ്യത്യസ്തരായി തീരുമെന്ന് പറഞ്ഞ് ആ ഒരു അനുഭവത്തിൽ 10 ദിവസത്തെ ഒരു കാലയളവ് എന്ത് ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെയും ഇതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളതും എന്ന് കണ്ടു. പ്രിയതേ മക്കളെ, നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായ, ചിലതിന് വേണ്ടിയൊക്കെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, നിനക്കൊന്നും നഷ്ടപ്പെടാൻ ഇടയാകത്തില്ല. അതേ സ്തോത്രം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണത്തക്ക രീതിയെ നിന്നെ മാനിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ പകൽക്കാലം. ഹല്ലേലൂയ. അതേ, നാം അവിടെ ചെയ്യേണ്ടതല്ലേ, ഇവിടെ ചെയ്യേണ്ടതല്ലേ എന്ന് ഓർത്ത് നാം ഭാരപ്പെട്ട് അതിന്റെ കൂടെ നിൽക്കുവാനല്ല, നാം ചിലതിനകത്ത് വ്യതിചലിച്ച് നിൽക്കുവാൻ തയ്യാറായ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്ന ദൈവം ചിലത് അവരുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. 17-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതൽ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം ചിലതിനെ പകരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ 4 ബാലന്മാർക്ക് അതേ രാജാവിന്റെ മുമ്പിൽ വെച്ച ഭോജനങ്ങൾ കഴിച്ചവർക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേകത. സ്തോത്രം. കർത്താവിന്റെ മുമ്പിൽ നിന്ന, കർത്താവിന്റെ സന്നി ഉറച്ചു നിന്ന ഈ ബാലന്മാരുടെ മേൽ ദൈവം പകർന്നു. സ്തോത്ര. ഈ പകൽക്കാലം ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നീ സ്തോത്രം എടുത്ത തീരുമാനത്തിൽ നിന്ന് ചഞ്ചലിച്ചു പോകല, നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, അതേ സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവർ അത് ഉപയോഗിക്കുമ്പോ, മറ്റുള്ളവർ അത് ചെയ്യുമ്പോ, ഹല്ലേലൂയ, അതിൽ നിന്ന് വ്യത്യസ്തനാക്കി ദൈവം നിന്നെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർത്ഥ്യം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം നിന്റെ മേൽ ചിലത് പകർന്ന. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, അത് ഈ ലോകത്തിലുള്ള ഒന്നിനും തരാൻ കഴിയാത്ത ഒന്നായിരിക്കും. സ്തോത്ര. ആ ഒരു ഉറപ്പ്. സ്തോത്ര. ദൈവമാ നമുക്ക് തരുന്നത് ഓരോ കാര്യങ്ങൾ. പ്രിയതേ മക്കളെ, അതിനോട് സ്തോത്രം, ഹല്ലേലൂയ, മറ്റാർക്കും തുല്യം ചെല്ലുവാനായിട്ട് അല്ലെങ്കിൽ തുല്യം പറയുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർത്ഥ്യം കൊടുത്ത് ഈ പകൽക്കാലം സ്തോത്ര ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടി ദൈവം ചിലത് പകരുന്ന പകൽക്കാലം അത്രേ. ദൈവം നിങ്ങളുടെ മേൽ അസാധാരണമായ കൃപ. ഹല്ലേലൂയ. അതേ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ചിലത് കർത്താവിന്റെ സന്നി ഉറച്ചു നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് പകരുവാനായിട്ട് ഇടയെത്തിരും. ഇവിടെ കാണുവാൻ സാധിക്കും, ദാനിയേൽ സകല ദർശനങ്ങളിലും സ്വപ്നങ്ങളെ സംബന്ധിച്ച് വിവേകിയായിരുന്നു. സ്തോത്രം. ഒന്നുകൊണ്ട് തീർന്നില്ല. ദാനിയേൽ എന്ത് ചെയ്യുന്നു? വിവേകമുള്ളവനായിട്ട് ദൈവം തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതേ പ്രിയതേ മക്കൾ, ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് തുല്യരായി ഒരുത്തനെയും കാണാൻ ദൈവം ഇടയാക്കിയില്ല. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, ദാനിയേൽ, ഹനന്യാവ്, മിസായേൽ, അസയാവ് എന്നിവർക്ക് തുല്യരായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധി ശുശ്രൂഷ ചെയ്തു നിന്നു. പ്രിയതേ മക്കളെ, ചില ഓഫറുകൾ കടന്നു വരുമ്പോ ഞാനും നിങ്ങൾ വ്യതിചലിച്ചു പോകാനല്ല, അതിനു വേണ്ടിയല്ലേ അല്പം ഒന്ന് നിന്നു കൊടുക്കാം, അല്പം ഒന്ന് ആയിക്കോളാം എന്ന് പറഞ്ഞ് നിൽക്കാനല്ല, അതിനകത്ത് ഞാൻ വീണു പോകുകയില്ല, ആ പ്രലോഭനത്തിൽ വീണു പോകുകയില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ഞാൻ പറയട്ടെ, സ്തോത്ര, നിന്നോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ 4 യുവാക്കന്മാരും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്നതിനാ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം തന്നെ അവരെ സഹായിക്കുവാനായിട്ട് ഒരുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഈ
ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നാം ഓരോരുത്തരും ദൈവത്തോടും ദൈവത്തിന്റെ ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ തയ്യാറായ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ടുള്ള ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ പകരുവാനായിട്ടേ തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ 4 ബാലന്മാർക്ക് തുല്യരായിട്ട് ആരെയും ഒരുത്തനെയും കണ്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, ദൈവം നിന്റെ മേൽ ചിലത് പകർന്നു തന്ന നിനക്ക് തുല്യമായി മറ്റാരെയും നിർത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നൽകുന്നത് വിശിഷ്ടമായിട്ടുള്ളതായിരിക്കാം, ദൈവം നൽകുന്ന പ്രത്യേകത ഉള്ളതായിരിക്കാം, ദൈവം നൽകുന്നത് സ്വർഗത്തിൽ നിന്നുള്ളത് ആകിയ സ്തോത്രം. ഹല്ലേലൂയ. അതിന് തുല്യമായിട്ട് ആർക്കും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായ ചോദ്യങ്ങളൊക്കെയും ചോദിച്ചു കഴിഞ്ഞപ്പോ അവരെ തന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളും ആഭിചാരകന്മാരിൽ 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. നിന്നെ വിശിഷ്ടരാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവസേനയിൽ ഉറച്ചു നിന്ന, നീ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ഹൃദയത്തിൽ ചില ഉറച്ച തീരുമാനങ്ങൾ, ഞാൻ അത് ചെയ്ത് അല്ലെങ്കിൽ ഇന്നത് കുടിച്ച് ഇന്നത് പ്രവർത്തിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവസേനയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ നിന്റെ മേൽ ചിലതിന് ദൈവം പകരുവാനായിട്ടിടയത്തില്ല. അത് വിശിഷ്ടമായിട്ടുള്ളതായിരിക്കും. ഹല്ലേലൂയ. അതേ, അശുദ്ധിക്ക് കൂട്ടു നിൽക്കാതെ വിശുദ്ധിയോട് നിൽക്കുന്ന, ദൈവത്തോട് പറ്റി നിൽക്കുക, ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നതിന് വേണ്ടി ദൈവം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നത്രേ വിശിഷ്ടമായത്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിലുള്ള ആർക്കും തരാൻ പറ്റുന്നുള്ളതായിരിക്കില്ല, ഈ ലോകത്തിലുള്ള ആർക്കും തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. എന്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ചിലത് പകരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. അതേ പ്രിയതേ മക്കളെ, വിശിഷ്ടന്മാരെന്ന് കാണുവാനായിട്ട് ഇവിടെ കാണിച്ചു സകല ആഭിചാരന്മാരില് മന്ത്രവാദികളിലും 10 ഇരട്ടി ഹല്ലേലൂയ വിശിഷ്ടരാക്കി തീർത്തു. ഹല്ലേലൂയ. രാജാവിന്റെ സ്വതുഭോജനം കുടിക്കാതെ, രാജാവിന്റെ മേശയ്ക്ക് നിന്ന് വന്നതിനെ കുടിക്കത്തില്ല, എന്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കത്തില്ല എന്ന് ദാനിയേൽ തീരുമാനം എടുത്തപ്പോ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറയുടെ മേൽ ദൈവം ചിലത് പകർന്നാൽ അവർ വിശിഷ്ടരായി തീരും. ഹല്ലേലൂയ. അതേ, ചിലർക്ക് പ്രശസ്തരായി തീരേണ്ടതിനായിട്ട്, ചിലർക്കൊക്കെ മുൻപന്തിയിൽ എത്തേണ്ടതിനു വേണ്ടി നീ അവരെ പല വഴിയിലേക്ക് തള്ളിവിടണ്ട. നീ അവരുടെ ഹൃദയത്തിൽ കൊടുക്കേണ്ട ദൈവവചനത്തെ കൊടുത്ത്, ദൈവവചനത്തെ നിറച്ചു കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ തലമുറക്ക് ദൈവവചനത്തിനകത്ത് അവർ ഉറച്ചു നിൽക്കുവാൻ ഇടയാകുന്നുണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ മേൽ വിശിഷ്ടമായ ചിലതിനെ പകർന്നു കൊടുത്ത് ദൈവം അവരെ മാനിക്കുവാനായിട്ടിടയത്തില്ല. അവരോടൊപ്പം തുല്യമായി ആരെയും ചേർത്ത് വയ്ക്കാൻ ഇടയാകാതെ വേണം. ഹല്ലേലൂയ. അവർ ഉന്നതത്തിൽ എത്തുവാനായിട്ടിടയത്തില്ല. ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അവർ ഏൽപ്പിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. നാം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ, സ്ഥാനങ്ങൾക്ക് വേണ്ടി, മാനങ്ങൾക്ക് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടിയൊക്കെയോ പലതിനകത്തേക്ക് നാം എടുത്തു ചാടാറുണ്ട്. ചില ഓഫറുകൾ വരുമ്പോ ഒരല്പത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കളയാറുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്തോത്ര, ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ എങ്ങനെ ജീവിക്കണമെന്നും ദൈവവചനത്തോട് എങ്ങനെ വിശ്വസ്തത പുലർത്തണമെന്ന സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതിനു വേണ്ടി വില കൊടുക്കുന്നവരെ ഹല്ലേലൂയ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ മറ്റൊരു ഭാഗത്ത് നമുക്ക് വേഗത്തിൽ കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. 3 ബാലന്മാരുടെ മുമ്പിൽ അടുത്തൊരു പ്രതിസന്ധി കടന്നു വരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ അവരുടെ മുമ്പിൽ വലിയൊരു തീയുടെ അനുഭവം കടന്നു വരുന്നുണ്ട്. പക്ഷേ തീയുടെ ശക്തി വർദ്ധിക്കുമെന്നും അറിയാവുന്ന ബാലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. ദാനിയേൽ പറഞ്ഞു, ഈ സ്വതുഭോജനം കഴിച്ച് ഞാൻ എന്റെ ജീവിതത്തെ അശുദ്ധമാക്കില്ലെന്ന് തീരുമാനമെടുത്ത ദാനിയേലിനെ വിശിഷ്ടനാക്കി തീർത്ത ദൈവ, വിവേകമുള്ളനാക്കി തീർത്തതായ ദൈവ, സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യം കൊടുത്തതായ ദൈവ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോ ഈ ബാലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ലെങ്കിൽ രാജാവ് നിർത്തിയ ഹല്ലേലൂയ സ്വർണ്ണ
ബിംബത്തെ നമസ്കരിക്കത്തില്ല. അടുത്തൊരു തീരുമാനത്തോടു കൂടെ ആ ബാലന്മാർ നിൽക്കുവാനായിട്ടിടയായി തീർന്നു. തീയുടെ ശക്തി വർദ്ധിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം. വെല്ലുവിളികൾ കടന്നു വന്നു. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരെന്ന ചോദ്യങ്ങൾ കടന്നു വന്നു. പക്ഷേ ഹല്ലേലൂയ, അവിടെയൊന്നും ഈ ബാലന്മാർ പതറിപ്പോകുന്നില്ല. ഉറച്ചു നിന്നു. ഹല്ലേലൂയ. തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായപ്പോ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ മധ്യത്തെ ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവം വിടുവിക്കുവാനായിട്ടിടയെ തീർന്നു. ഒരു കേടും അവർക്ക് പറ്റുവാൻ ഇടയായി തീർന്നില്ല. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഈ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, ലോകം പറയുന്നതിന്റെ പിന്നാലെ പോകുകയല്ല. നിന്റെ കരത്തിൽ തന്ന ദൈവവചന അടിസ്ഥാനത്തിൽ നീ വചനത്തിനകത്ത് ഉറച്ചു നിന്ന ഇത് ഞാൻ ഈ രീതിയിൽ കടന്നു പോകാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഈ രീതി കൂടി ഞാൻ കടന്നുപോയി എന്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കിയല്ല, ഞാൻ ദൈവത്തെയല്ല മറ്റാരെയും സേവിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനം നീ എടുത്തുകൊണ്ട് നീ വ്യതിചലിക്കാതെ, നീ ചഞ്ചലിച്ചു പോകാതെ, നീ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്ര, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കേടും പറ്റാതെ നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും. ഷണ്ടാധിപന്റെ മുമ്പിൽ ദയയും കൃപയും ദാനിയേലിന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതുപോലെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്ര, പ്രധാന ദേശാധിപന്മാര് സ്ഥാനാധിപന്മാരൊക്കെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ബാലന്മാർക്ക് ഒരു കേടും പറ്റിയില്ല എന്ന്. സ്തോത്രം. നിന്നെ കേടുവരുത്തുവാനായിട്ട്, നിന്നെ തകർത്തു കളയുവാനായിട്ട്, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പല പ്രലോഭനങ്ങൾ നിന്റെ മുമ്പാകെ കടന്നു വരാം. നിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കേണ്ടതിനായിട്ട്, നീ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ സ്തോത്ര ഹല്ലേലൂയ വിശുദ്ധിക്ക് കളങ്കം വരുത്തുവാനായിട്ട് പല പ്രലോഭനങ്ങൾ കടന്നു വരാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നീ അതിനകത്ത് ഈ പകൽക്കാല ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ആ പ്രലോഭനങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ, നീ അതിനോട് ചേരുകയില്ല. അത് നിന്നെ വിട്ടു പോകത്തക്ക രീതി, നീ അതിനെ ഓവർകം ചെയ്യത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ മേൽ ദൈവം കൈമാറ്റം ചെയ്യും. ഹല്ലേലൂയ. ഈ പൽക്കലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും കർത്താവിന്റെ സന്നിധി അവിശ്വസ്തയോടെ നിൽക്കും, ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനമെടുത്ത് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ചില പകർച്ചകൾ, മറ്റൊരിടത്തൊന്നും കിട്ടാത്ത ചില പകർച്ചകൾ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ടിടയത്തിലും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ദാനിയേലിന്റെ ഹല്ലേലൂയ ഷണ്ടാധിപന്റെ മുമ്പിൽ ദൈവം കരുണയിൽ ലഭിക്കുവാനായിട്ട് ഇടയാക്കി തീർത്ത ദൈവം. അതുമാത്രമല്ല സ്തോത്രം, ഈ ബാലന്മാർക്ക് ലഭിച്ച മറ്റൊരു കാര്യം, സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർത്ഥ്യം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദാനിയേൽ വിവേകശാലിയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് അവർക്ക് കൊടുത്തുവെങ്കിൽ അവർ മാത്രം ഒതുങ്ങിയില്ല, മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇവർക്ക് തുല്യമായിട്ട് അതേ സ്തോത്രം, ഞങ്ങൾ ഇത് കുടിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞ അവരുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് തുല്യനായ മറ്റാരെയും അവിടെ നിർത്തുവാൻ കഴിയാത്തവണ ഇവരെ മാനിച്ചുയർത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ചിലതിനകത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നോട് ആർക്കും തുല്യം പറയാൻ കഴിയാത്ത രീതിയെ ദൈവം നിന്റെ മേൽ ചില പകർച്ചകൾ തരും. നിന്റെ തലമുറയുടെ മേൽ ചില പകർച്ചകൾ കൊടുക്കും. ഹല്ലേലൂയ. അവർ 10 ഇരട്ടി വിശിഷ്ടരാക്കി ഹല്ലേലൂയ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ ഉയർച്ചയെ ആർക്ക് തടയാൻ കഴിയില്ല. നാം ദൈവത്തിന് വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിരാ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. പ്രയാസങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ നീ ദൈവത്തോന്റെ സന്നിധിയില് എടുത്ത തീരുമാനത്തിനകത്ത് ഈ പൽക്കലം ചഞ്ചലിച്ചു പോകാതെ, ആരും നിന്റെ കൂടെ കാണത്തില്ലായിരിക്കാം സ്തോത്ര. അതേ, നിനക്കെതിരെ നിൽക്കുന്നവർ ഒത്തിരി വലുതായിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നീ ചിലതിനകത്ത് ഈ പകൽക്കാലം ഉറച്ചു നിൽക്ക്. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ ചഞ്ചലിപ്പിച്ചു കളയാതെ നീ സേവിക്കുന്ന ദൈവമാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ കർത്താവിന്റെ സന്നിധി ഉറച്ചു നിൽക്ക്. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഈ പകൽക്കാലം കർത്താവ് ചെയ്യാം. അവൻ ആർക്കും കടക്കാരനല്ല. നീ ദൈവസന്നിധി നിൽക്കുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി അത്ഭുതം
പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം വിശ്വാസത്തോടെ ഉറപ്പോടുമായിരിക്കുക. ദൈവത്തിന്റെ ഇടപെടൽ വിശ്വസ്തയോട് ദൈവസന്നെ നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒരു കേടും പറ്റാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, രാജാവിന്റെ ഭോജനക്കൊണ്ടും അവർ കഴിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല എന്ന് തീരുമാനമെടുത്ത ദാനിയേലിന് വേണ്ടി കർത്താവേ, അപ്പൊ ആ ദയയും കരുണയും ലഭിക്കത്തക്ക രീതി ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ടതുപോലെ ചില തീരുമാനങ്ങൾ എടുത്ത് ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് ദയയും കൃപയും ലഭിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടട്ടെ. അത് ജോലി മേഖലയിൽ ആയിക്കൊള്ളട്ടെ, അവർ കടന്നു പോകുന്ന ഇടങ്ങളിലായിക്കൊള്ളട്ടെ, ഓഫീസ് വർക്കുകളിലാകട്ടെ, ഭവനത്തിലാകട്ടെ, ഈ പകൽക്കാലം അങ്ങനെ ഉറച്ച തീരുമാനത്തോടെ ഞാൻ അതിന് വ്യതിചലിക്കത്തില്ല, ദൈവവചനത്തോട് മറത്തു നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തിനകത്ത് വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടി ഈ പകൽക്കാലം ദൈവത്തിന്റെ ദയയും കൃപയും വരുവത്തക്കവണ്ണം ദൈവത്തിന്റെ ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ആയിരിക്കുന്ന ജനത്തെ ഈ വചനത്താൽ ഉറപ്പിക്കണം. കർത്താവിന്റെ കൃപ വെളിപ്പെടണം. ഇവര് വിശിഷ്ടരായി തീരട്ടെ. ഇവർക്ക് തുല്യരായി മറ്റാരുമില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര, മാനവും മഹത്വവും പൂഴ്ചയും അങ്ങേക്കായി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.